സഞ്ജയനും ഭഗവത്ഗീത കേൾക്കുന്നുണ്ട്. കൃഷ്ണൻ പറയുന്നത് അത് കേട്ടിട്ട് അതിന്റെ അവസാനമായപ്പോഴേക്കും തൻ്റെ രാജാവായ ധൃതരാഷ്ട്രന്റെ മുഖത്ത് നോക്കി ധൈര്യപൂർവം ഒരു കാര്യം പറയുന്നുണ്ട്. ആ പറയുന്ന അവസാനത്തെ ശ്ലോകം എന്ന് പറയുന്നത് നമുക്കെല്ലാം പ്രയോജനപ്പെടും. കാരണം എന്താണ്? അത് വിജയത്തിന്റെ ഫോർമുലയാണ്, സക്സസ് ഫോർമുല. അതിലെന്താണ്? 3 കാര്യങ്ങളാണ് പറയുന്നത്. ഭഗവത്ഗീത നൽകുന്ന ജീവിത പാഠങ്ങൾ എന്നുള്ളതാണ് ഇതിലെ വിഷയം. ഇതിന്റെ ധ്യാന ശ്ലോകത്തിൽ തന്നെ സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സഃ സുധീഭോക്ത എന്നൊരു പദം, അതിൽ സുധീഭോക്ത എന്ന വാക്ക് സജ്ജനങ്ങളാണ് ഇതിന്റെ ഭോക്താവ്. അതായത് ഇത് അർജുനന് മാത്രം പറഞ്ഞു കൊടുത്തതല്ല, സജ്ജനങ്ങളായുള്ള എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് എന്ന് ധ്യാന ശ്ലോകത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇവിടെ അർജുനൻ ഒരു പ്രതീകമാണ്, ഒരുപാട് പേരുടെ ഒരു പ്രതിനിധിയാണ്. അർജുനനെ നമ്മൾ ശരിയായിട്ടൊന്ന് അവലോകനം ചെയ്താൽ, ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും അർജുനൻ പ്രതീകമാണെന്ന്. ഇതില് പ്രസ്ഥാനത്രയം അതിന് വ്യാഖ്യാനം എഴുതിയ ശങ്കരാചാര്യ ഭഗവത്പാദർ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അർജുനം നിമിത്തീകൃത്യ എന്നാണ് ശങ്കര ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അർജുനനെ നിമിത്തമായി കണ്ടുകൊണ്ട് എല്ലാവർക്കുമായി തരുന്നതാണ് ഈ അറിവ് എന്നുള്ളതാണ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മഹാഭാരതത്തെ കുറിച്ച് പറയുമ്പോൾ മഹാഭാരതത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ജയം എന്നാണ് അതിന്, അല്ലെ? ജയം ഉദീരയേ എന്ന് പറയുന്നു. ഈ മഹാഭാരതത്തിൽ ഇല്ലാത്തതായി ഒന്നുമില്ല എന്ന് നമുക്കറിയാം. അതില് എല്ലാ വിഭാഗം ആളുകളുടെയും പ്രതിനിധികൾ മഹാഭാരതത്തിൽ വരുന്നുണ്ട്. ജീവിതത്തിൽ വരുന്ന എല്ലാ സന്ദർഭങ്ങളും മഹാഭാരതത്തില് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് പറയുന്നത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം, എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ഭീഷ്മപർവത്തിൽ നിന്ന് അടർത്തിയെടുത്ത 700 ശ്ലോകങ്ങളെയാണ് നമ്മൾ ഭഗവത്ഗീത എന്ന ഈ ഒരു ഗ്രന്ഥത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് ഗീതാമൃതം എന്ന പേരിലാണ് ഈ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭഗവത്ഗീത ഭാഷ്യ പാരായണാഞ്ജലിയോട് അനുബന്ധമായിട്ട് ഗീതാമൃതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗീതാമൃതം മഹത്ത് എന്ന് ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതില് നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുക്കളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്. 3 തരത്തിലുള്ള ഉപദേശങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ആദ്യത്തേത് രാജാവ് ഉപദേശിക്കുന്നത് പോലെ. രാജാവ് എങ്ങനെയാണ് ഉപദേശിക്കുക? രാജാവ് വളരെ നിഷ്കർഷയോടെ, വളരെ ഗൗരവത്തോടെ ഒന്ന് പറയുന്നു, അത് മറ്റുള്ളവര് അനുസരിക്കണം, പ്രാവർത്തികമാക്കണം. വേദ ഉപനിഷത്ത് ആദി ഗ്രന്ഥങ്ങളെ രാജാവ് ഉപദേശിക്കുന്നത് പോലെ എന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടാമതൊരു തരം ഉപദേശമുണ്ട്, സുഹൃത് ഇവ, മിത്രവത് എന്ന് പറയും. ഒരു മിത്രത്തിനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ ഉപദേശിക്കുന്നു. കൂട്ടുകാരൻ നമുക്ക് എങ്ങനെയാണ് ഉപദേശം തരുന്നത്? നമുക്കറിയാം. നീ അത് ചെയ്യണം എന്നല്ല, അല്ലെ? നിനക്കിത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് നമ്മുടെ കൂടെ നടന്ന് നമ്മൾക്ക് ഉപദേശിച്ച് നമ്മളെ വഴികാട്ടുന്നു. അതാണ് മിത്രവത് എന്ന് പറയുന്ന ഉപദേശം. ഇതിഹാസ പുരാണങ്ങൾ മിത്രവത് ഉപദേശമാണ് തരുന്നത്. മൂന്നാമത് മറ്റൊരു വിഭാഗമുണ്ട്, അതാണ് കാന്താവത്, ഭാര്യയെ പോലെ ഉപദേശിക്കുന്നു. കാവ്യങ്ങളെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. കാവ്യങ്ങളുടെ ഉപദേശങ്ങൾ ഭാര്യ എങ്ങനെയാണോ സമയവും സന്ദർഭവും ഒക്കെ നോക്കി പറയുന്നത്, അതുപോലെ ആണ് കാവ്യങ്ങൾ ഉപദേശിക്കുന്നത്. അപ്പൊ ഇതില് ഒരു മിത്രത്തിനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ അർജുനനോടൊപ്പം നടന്ന്
അർജുനനെ കൈപിടിച്ച് നയിക്കുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അർജുനനെ സുഹൃത്തായി കണ്ടാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സുഹൃത് വത് മിത്രവത് ഉപദേശം. ഇവിടെ ഭഗവാൻ പറയുമ്പോൾ നീ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ വിവേകം ഉപയോഗിച്ച് നീ പരസ്പരം ഇതിനെ താരതമ്യം ചെയ്തു നോക്കൂ എന്നൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എവിടെയാണോ സാത്വിക ഗുണങ്ങളെ കുറിച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ രാജസികമായ ഗുണങ്ങളെക്കുറിച്ചും പറയുന്നു, താമസികമായ ഗുണങ്ങളെക്കുറിച്ചും പറയുന്നു. അപ്പൊ നീ ഇത് മൂന്നും മനസ്സിലാക്കുക. എന്നിട്ട് നിന്റെ വിവേകം ഉപയോഗിച്ച് ഈ മൂന്നിനെയും നീ താരതമ്യം ചെയ്യുക എന്നുള്ള ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ആസുരികമായ ഇതിനെ തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. ദംഭോ ദർപ്പോ അഭിമാനശ്ച ക്രോധഃ പാരുഷ്യമേവച. എങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ, നിന്റെ കൂടെ ഉള്ളവരിൽ ആസുരീയമായ അസുര സ്വഭാവമുള്ളവർ? അവരുടെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? ദംഭമുണ്ടാകും, അവർക്ക് ദർപ്പമുണ്ടാകും, അഹങ്കാരമുണ്ടാകും, അതുപോലെ തന്നെ അഭിമാനം, അതായത് ഇത് എന്റേതാണെന്നുള്ള ഒരു ചിന്തയുണ്ടാകും, ക്രോധമുണ്ടാകും, അതുപോലെ ദുരഭിമാനമുണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവർ നിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോളൂ, ഇവര് ആസുരീയമായ സ്വഭാവമുള്ളവരാണ്. അതേസമയം നല്ല ആളുകളെയും നിനക്ക് തിരിച്ചറിയണം, ഇല്ല? അതിനുവേണ്ടി പറയുന്നു തേജഃ ക്ഷമാ ധൃതി ശൗചം അദ്രോഹോ നാതിമാനിത. തേജസ് ഉണ്ടായിരിക്കും, അവർക്ക് ക്ഷമയുണ്ടായിരിക്കും. ഇങ്ങനെ അദ്ദേഹം രണ്ട് തരത്തിലും കാണിച്ചു കൊടുക്കുന്നു എങ്ങനെയുള്ളവരെയാണ് നീ തിരിച്ചറിയേണ്ടത് എന്ന് അർജുനന് മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കുന്നു. ഇനി ഈ ഭഗവത്ഗീത ശരിക്കും കേൾക്കുന്നത് അർജുനൻ മാത്രമല്ല, 3 പേരിത് കേൾക്കുന്നുണ്ട്, അല്ലേ? ധൃതരാഷ്ട്രർക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്, സഞ്ജയനുണ്ട്. അപ്പൊ ഈ സഞ്ജയനും കേൾക്കുന്നുണ്ട്, ധൃതരാഷ്ട്രനും കേൾക്കുന്നുണ്ട്, അർജുനനും കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ 3 പേരും കേൾക്കുന്നതിൽ വ്യത്യാസമുണ്ട്, അല്ലേ? ഇതില് ഈ ഭഗവത്ഗീത കേട്ടിട്ട് ധൃതരാഷ്ട്രക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടായില്ല, അല്ലേ? സഞ്ജയന് കുറച്ചൊക്കെ കാര്യങ്ങൾ പിടികിട്ടി. അതുകൊണ്ടാണ് അവസാനം ഒരു ശ്ലോകം സഞ്ജയൻ പറഞ്ഞത്. വളരെ ധൈര്യപൂർവ്വം ധൃതരാഷ്ട്രരുടെ അടുത്ത് ഒരു ശ്ലോകം പറയുന്നുണ്ട് അർജുനൻ, അല്ലേ? പക്ഷേ ഇതിൽ പൂർണ്ണമായ ഒരു മാറ്റം ആർക്കാണ് ഉണ്ടായത്? അർജുനനാണ് ഉണ്ടായത്. അപ്പോൾ എന്ത് കേൾക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ കേൾക്കുന്നു എന്നതിന് ഭഗവത്ഗീത വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഇതില് ധൃതരാഷ്ട്ര യാതൊരു വിധമായ മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ അർജുനൻ ഒരു പരിവർത്തനത്തിന്, ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയനാകുന്നുണ്ട് അവിടെ, അല്ലെ? ഇനി എങ്ങനെ കേൾക്കുന്നു എന്ന് മാത്രമല്ല, അതിന് മറ്റൊരു കാരണം ആരിൽ നിന്ന് കേൾക്കുന്നു എന്നതുമാവാം, അല്ലെ? കാരണം ധൃതരാഷ്ട്രർ ആരിൽ നിന്നാണ് കേൾക്കുന്നത്? സഞ്ജയനിൽ നിന്നാണ് കേൾക്കുന്നത്. പക്ഷേ അർജുനൻ കേൾക്കുന്നത് ആരിൽ നിന്നാണ്? സാക്ഷാത് ഭഗവാനിൽ നിന്നാണ്. ഭഗവാൻ പറയുന്ന വാക്കുകളാണ്. ഇത് പറഞ്ഞപ്പോ മറ്റൊരു കഥ, ചൈതന്യ മഹാപ്രഭു എന്ന് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ശ്രീരംഗം ക്ഷേത്രത്തിൽ പോകുമ്പം ഒരു വൃദ്ധനായ മനുഷ്യൻ ഭഗവത്ഗീത ജപിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം അത് പറയുമ്പോൾ, ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. പക്ഷെ അത് ദുഃഖം കൊണ്ടല്ല, ആനന്ദം കൊണ്ടാണ്, സന്തോഷം കൊണ്ടാണ്. അപ്പൊ ഈ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പോ ആ മനുഷ്യൻ പറയുന്നത്, നോക്കൂ, ഞാൻ ഈ പറയുന്ന ഈ ശ്ലോകം അത് അന്ന് 5000 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാന്റെ മനസ്സിൽ ഉദിച്ച ചിന്തയിൽ നിന്നുണ്ടായ വാക്കുകൾ, ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭഗവാന്റെ ഉള്ളിൽ കൂടി പോയി ഭഗവാന്റെ കണ്ഠത്തിലൂടെ പുറത്തു വന്ന ആ ശ്ലോകമാണ്
ഞാൻ എൻ്റെ നാഭിയിലൂടെ പോകുന്ന ശബ്ദത്തിലൂടെ എൻ്റെ കണ്ഠത്തിലൂടെ പുറത്തു വരുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞ ആ വാക്കാണ് എന്നിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ എനിക്കൊരു രോമാഞ്ചവും എനിക്കൊരു സന്തോഷവും എനിക്കൊരു ആനന്ദവും ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അനുഭൂതിയാണത്. ഭഗവാൻ പറഞ്ഞ ആ വാക്കുകളെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ പല രീതിയിൽ നമ്മൾ വായിക്കും. വെറുതെ അർത്ഥമറിയാൻ വേണ്ടി നമുക്ക് വായിക്കാം. അതിനെ അനുഭവിക്കാൻ, അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കാനും നമുക്ക് കഴിയും. ഇനിയും ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകത, ആർക്ക് എന്തു മനസ്സിലാകുന്നോ അതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ വ്യാഖ്യാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഭഗവത്ഗീതയ്ക്കുണ്ട്. ഇത്രയധികം വ്യാഖ്യാനങ്ങൾ ഭഗവത്ഗീതയ്ക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു? ഓരോരുത്തരും ഭഗവത്ഗീത വായിക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഓരോ തരത്തിലാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാലഗംഗാധര തിലകനെ പോലുള്ള ആളുകളും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരെ പോലുള്ള ആധ്യാത്മിക ആചാര്യന്മാരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഭഗവത്ഗീതയിലെ യോഗ, ഭഗവത്ഗീതയിലെ ഭക്തിയെ മുൻനിർത്തിക്കൊണ്ടുള്ള വ്യാഖ്യാനം, ഭഗവത്ഗീതയിലെ ആയുർവേദം, ഞാൻ ഒരു ബുക്ക് അങ്ങനെയും കണ്ടു. ഭഗവത്ഗീതയിലെ ധ്യാനം, ഭഗവത്ഗീതയും മാനേജ്മെന്റും, ഭഗവത്ഗീതയിലെ വ്യക്തിത്വ വികാസം. നോക്കൂ, ഇതിനെല്ലാം ഭഗവത്ഗീത പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ ഭഗവത്ഗീത ഓരോരുത്തർ വായിക്കുമ്പോഴും അവർക്ക് അവിടെ അർജുനനെ ഏത് രീതിയിലാണ് സങ്കല്പിക്കാൻ സാധിക്കുന്നത്? അർജുനന്റെ സ്ഥാനത്ത് നമ്മളെ സങ്കല്പിക്കുന്നു. ആ പ്രശ്നങ്ങൾ അർജുനൻ നേരിടുന്നത് നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളായി നമ്മൾ സ്വീകരിക്കുന്നു. എന്നിട്ട് അതിനെന്താണ് പരിഹാരം കൃഷ്ണൻ പറയുന്നതെന്ന് നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെയാണ് ഓരോരുത്തർക്കും. കാരണം എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളല്ല, ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ മാറും. ഇതിൽ ആദ്യ ഭാഗത്ത് നമ്മൾ നോക്കിക്കണ്ടാൽ അർജുനൻ ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കിം ഏതത്, എന്തുകൊണ്ടാണിത്, എങ്ങനെയാണിത്, സംശയങ്ങൾ. വ്യാസഭഗവാൻ നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ആ സംശയങ്ങളെ അർജുനനിലൂടെ ചോദിപ്പിക്കുന്നതാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആദ്യ ഭാഗത്ത് അർജുനൻ തർക്കിക്കുന്നുണ്ട് കൃഷ്ണനോട്. ഘോരേ കർമ്മണി മാം നിത്യം നിയോജയസി കേശവ, ഇതുപോലെയുള്ള ഘോര കർമ്മത്തിൽ എന്തിനാണ് എന്നെ നീ നിയോഗിക്കുന്നത് എന്ന് കൃഷ്ണനോട് ചോദിക്കുന്ന ഒരു അർജുനനെ ഭഗവത്ഗീതയുടെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ചിലരങ്ങനെയാണ്, സ്വന്തം കാഴ്ചപ്പാടിലാണ് തെറ്റെങ്കിലും സമ്മതിക്കില്ല. അവരെന്ത് ചെയ്യും? മറ്റുള്ളവരിൽ ആരോപിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഇവിടെ അർജുനൻ ആദ്യം എന്താ ചെയ്യുന്നത്? കൃഷ്ണൻ എന്തോ അർജുനനെ കൊണ്ട് തെറ്റായ കാര്യം ചെയ്യിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് തർക്കിക്കുന്നത്, അല്ലേ? സ്വന്തം കാഴ്ചപ്പാട്, സ്വന്തം വിചാരം, ചിന്തകൾ, ഇതിലാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ അർജുനന്റെ ഒരു പ്രത്യേകത എന്താണ്? വളരെ വേഗം തന്നെ അർജുനൻ തിരിച്ചറിയുന്നു, തൻ്റെ കാഴ്ചപ്പാടുകളാണ് മാറ്റേണ്ടത്, തൻ്റെ അറിവുകളാണ് മാറ്റേണ്ടത്, തൻ്റെ ബോധ്യങ്ങളാണ് മാറ്റേണ്ടത്. കൃഷ്ണൻ എനിക്ക് പ്രയോജനകരമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് എന്നുള്ള രീതിയിലേക്ക് അർജുനൻ വളരെ വേഗം മാറുന്നു. ആ ഒരു പരിവർത്തനം അത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഭഗവത്ഗീത നമ്മൾ വിശകലനം ചെയ്ത് അത് ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കുമ്പോൾ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നതിന് ഭഗവത്ഗീത എങ്ങനെ നമ്മളെ ഉപകരിക്കും എന്ന്. ഇവിടെ 2 പേരുടെ ഉദാഹരണം. ഒന്ന് അർജുനന്റെ തേരാളിയാണ് കൃഷ്ണൻ, മറ്റൊന്ന് കർണന്റെ തേരാളിയാണ് ശല്യർ, അല്ലെ? 2 പേരുണ്ട്. ഇവിടെ കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? അർജുനന്റെ എല്ലാ ആത്മവിശ്വാസവും നശിച്ച് തനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന്, പറ്റില്ല എന്ന് താഴെ ചാടി ഇറങ്ങി ആയുധം ഉപേക്ഷിച്ച് നിൽക്കുന്ന ആ അർജുനനെ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞ് ആത്മവിശ്വാസം നൽകി അവസാനം ആ യുദ്ധത്തില്
വിജയം വരെ അർജുനന്റെ കൂടെ നിൽക്കുന്നു അല്ലേ? എന്നാൽ അതേ സ്ഥാനത്ത് അർജുനനെ പോലെ തന്നെ വളരെ പ്രഗത്ഭനായ മറ്റൊരു യോദ്ധാവാണ് കർണൻ അല്ലെ? കർണന്റെ തേരാളി ആരാണ്? ശല്യരാണ്. കർണൻ അർജുനന്റെ നേർക്ക് തേര് വിടൂ എന്ന് ശല്യരോട് പറയും. അത്രമാത്രം തന്റെ കഴിവിൽ വിശ്വാസമുള്ള കർണൻ. പക്ഷെ ശല്യരപ്പ പറയും, നീ അർജുനന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നീ തോറ്റുപോകും. അർജുനനെ നേരിടാനുള്ള കഴിവൊന്നും നിനക്കില്ല. അർജുനൻ എവിടെ നിൽക്കുന്നു, നീ എവിടെ നിൽക്കുന്നു? എന്താ ചെയ്യുന്നത്? ഫുള്ള് ഡീമോട്ടിവേറ്റ് ചെയ്യും അല്ലേ? ഉള്ള ആത്മവിശ്വാസം ഇല്ലാതാക്കും. ഇവിടെ നമുക്ക് സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ, വഴികാട്ടികളെ തെരഞ്ഞെടുക്കുമ്പോൾ ഇതൊരു പാഠമാണ്. ശല്യരെ പോലുള്ള ഒരാളാണ് നമുക്കെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോ എന്താ പറയുക? ഓ, നീ പഠിച്ചതൊന്നും വരത്തില്ല അല്ലേ, നിന്നെ കൊണ്ട് അതൊന്നും എഴുതാൻ പറ്റത്തില്ല, എത്ര എഴുതിയാലും ഫുൾ മാർക്ക് നീ മേടിക്കാൻ പോകുന്നില്ല എന്ന് പറയും. അതേ സമയത്ത് കൃഷ്ണനെ പോലുള്ള ഒരു വഴികാട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ എന്ത് പറയും? നീ ഒന്നും പേടിക്കണ്ട, നീ പഠിച്ചതൊക്കെ ചോദിക്കത്തുള്ളൂ, ടെൻഷൻ ആകണ്ട, നീ അവിടെ പോയിരുന്ന് ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കൂ, നിനക്ക് ഉത്തരങ്ങളെല്ലാം ഓർമ്മ വരും, നിനക്ക് നല്ല രീതിയിൽ അത് സാധിക്കും എന്ന് വരും. ഈ താരതമ്യം ഇത് നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടും. ഇനി ഭഗവത്ഗീതയുടെ ആകെ മൊത്തം, ഇപ്പൊ ചില ആളുകൾക്കുണ്ട് ഒരു പുസ്തകം മുഴുവൻ വായിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. മൊത്തത്തിൽ എന്താണ് ഭഗവത്ഗീത? യതോ ധർമ്മസ്തതോ ജയഃ അല്ലെ? എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട് എന്ന മഹാഭാരത വാക്യമാണ് ഭഗവത്ഗീത. ഇനി ചില ആളുകളുണ്ട്, വ്യാസഭഗവാൻ വളരെ ബുദ്ധിപൂർവമാണ് ചെയ്തിരിക്കുന്നത്. ചില ആളുകളുണ്ട്, ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ഫസ്റ്റ് പേജ് വായിക്കും, പിന്നെന്ത് ചെയ്യും? അതിന്റെ ലാസ്റ്റ് പേജ് വായിക്കും അല്ലെ? അങ്ങനെ സ്വഭാവമുള്ള ചില ആളുകളുണ്ട്. അവരെയും വ്യാസഭഗവാൻ നിരാശപ്പെടുത്തിയില്ല. എന്താണ് ഭഗവത്ഗീത എന്ന് ആദ്യത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ പദം, ആദ്യത്തെ വാക്ക് എന്താണ്? ആദ്യത്തെ വാക്ക് ധർമ്മ അല്ലെ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മ എന്ന വാക്ക്. അവസാന ശ്ലോകത്തിന്റെ അവസാനത്തെ വാക്ക് എന്താണ്? നീതിർ മതിർ മമ. അപ്പൊ വ്യാസഭഗവാൻ എന്ത് ചെയ്തു? ഈ ആദ്യവും അവസാനവും മാത്രം വായിക്കുന്നവർക്ക് കൂടി ഇതിനകത്തുള്ള കണ്ടന്റ് മുഴുവൻ എന്താണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു കൊടുത്തു. മമ ധർമ്മ, എന്റെ കർത്തവ്യം എന്താണ്, എന്റെ ധർമ്മം എന്താണ് എന്നുള്ളതാണ് ഭഗവത്ഗീതയ്ക്കുള്ളിൽ നീ പോയി കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവുക. അതാണ് അതിനകത്തുള്ളത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ചില ആളുകളുണ്ട്, നമ്മൾ കാണാം, ഭഗവാനെ അങ്ങയ്ക്ക് പ്രിയപ്പെട്ടവനാകാൻ ഞാൻ എന്ത് ചെയ്യണം, അങ്ങ് പറഞ്ഞു തന്നാലും ഞാൻ അതനുസരിക്കാം എന്നൊക്കെ പറയും അല്ലേ? ഇതറിഞ്ഞാൽ ഇപ്പൊ ചെയ്യും എന്നുള്ള പോലെയാണ് അവർ ചോദിക്കുന്നത്. എന്തിനാ എവിടെയും പോകുന്ന? ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാരഃ. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മേ പ്രിയഃ, ഇങ്ങനെയുള്ളവരാണ് എനിക്ക് പ്രിയപ്പെട്ടവർ. കുറെ ഗുണങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ. കേൾക്കുന്ന ആൾ എന്തു പറയും? ഓ, അത്രേ ഉള്ളോ? ഇത്രയും ഗുണങ്ങൾ മതിയോ? വളരെ ഈസി ആയിട്ട് ചോദിക്കും അല്ലേ? ഓ, ഇത്രേ ഉള്ളോ? അത് എളുപ്പമാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനകത്തെ ഓരോ വാക്കും എടുത്തു നോക്കൂ, നമ്മളുടെ ജീവിതത്തിൽ അത് പാലിക്കാൻ എത്രമാത്രം. ഇതാനും നിർമ്മമഹ എന്നൊരു വാക്കുണ്ട്. നിർമ്മമോ നിരഹങ്കാരഃ, മമത്വം, എന്റേത് എന്നുള്ള ചിന്ത, വിചാരം ഇല്ലാത്തത്, അതാണ് നിർമ്മമഹ എന്ന് പറയുന്നത്. ഈ നിർമ്മമത്വം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എളുപ്പമാണോ? അപ്പോ ഉടനെ നിർമ്മമത്തിന്റെ അർത്ഥം എഴുതാൻ വേണ്ടി നമ്മൾ എന്തോ ചോദിക്കുന്നത്? എന്റെ പേന ഇങ്ങി തന്നെ, എന്റെ നോട്ട് ഇങ്ങോട്ടെടുത്തേ, ഞാനൊന്ന് എഴുതട്ടെ. എന്തിന്റെ അർത്ഥമാണ്? നിർമ്മമഹ, എന്റേത് എന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക എന്നാണ് ആ വർക്കിന്റെ അർത്ഥം അല്ലേ? അപ്പൊ അവിടെ തന്നെ എന്താണ്? എന്റെ പേന, എന്റെ ബുക്ക് ആ വാക്കിൽ തന്നെ വരുന്നു. അപ്പോ
ഈ ഒരു വാക്ക് നമുക്ക് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ തന്നെ എത്രമാത്രം പ്രയാസമാണ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന അദ്വേഷ്ട, ആരോടും ദ്വേഷമില്ലാതിരിക്കുക, സർവഭൂതാനാം മൈത്രഃ, എല്ലാവരോടും ഒരു മിത്രഭാവത്തോടെ, സുഹൃത് ഭാവത്തോടെ പെരുമാറുക. എളുപ്പമാണോ? അല്ല. അപ്പൊ ഇത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്നെങ്കിലും അർജുനൻ ഇതത്ര എളുപ്പമാണെന്ന് മനസ്സിലായി. ഇത് ഇത്തിരി പാടാണ്. കാരണം ഇത്രയും ഗുണങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോ അർജുനൻ ചോദിക്കും, ഭഗവാനെ, ഇതെല്ലാം ഒന്ന് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ എന്താണ് ഒരു വഴി? അതുകൂടെ അങ്ങൊന്ന് പറഞ്ഞു തന്നാല്. പറഞ്ഞു, മകനെ, വേറൊരു വഴിയുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ബൈ പ്രാക്ടീസ്. അഭ്യാസേന തു കൗന്ദേയ. അഭ്യാസത്തിലൂടെ, പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, ആചരിക്കുന്നതിലൂടെ മാത്രമേ അത് നമുക്ക് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ചില ആളുകളുണ്ട്, എല്ലായിടത്തും ജയിക്കും, അല്ലെ? ജീവിതത്തിൽ ഒരിക്കലും തോൽവി അറിഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ ഏതെങ്കിലും ഒരു അവസരത്തിൽ എവിടെയാണോ നമ്മളുടെ ജയം അനിവാര്യമായിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് പരാജയപ്പെട്ടു. ഇവിടെ അർജുനൻ അങ്ങനെയാണ്. ജീവിതത്തിൽ പരാജയമേ അറിഞ്ഞിട്ടില്ല. എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിജയിച്ചിട്ടുണ്ട്. അത്രമാത്രം ശക്തിശാലിയായ, സാമർഥ്യവാനായ അർജുനൻ ജീവിതത്തിൽ എവിടെയാണോ ജയിക്കേണ്ടത്, എവിടെ ജയിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ, അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ എന്തായി? എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? പിന്മാറാൻ തുടങ്ങുന്നു. പക്ഷേ അവിടെ കൃഷ്ണന്റെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ഗുരു എന്നുള്ള നിലയിൽ കൃഷ്ണന്റെ ആ കാഴ്ചപ്പാട് നോക്കിക്കോണം. നിങ്ങൾ ഭഗവത്ഗീതയിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അർജുനനെ സംബോധന ചെയ്യുന്നത് ഓരോ പ്രാവശ്യം ഓരോ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലേ? ചില സമയത്ത് കൗന്ദേയ എന്ന് വിളിക്കും. അപ്പോ അർജുനൻ എന്തോർമ്മ വരണം? ഓ, താൻ കുന്തിയുടെ പുത്രനാണ്, കുന്തിക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, താൻ ഇപ്പോ യുദ്ധം ചെയ്തില്ലെങ്കിൽ കുന്തിയുടെ അവസ്ഥ എന്താകും എന്നൊക്കെ അർജുനന്റെ മനസ്സിലേക്ക് കടന്നു വരും. ചില സമയത്ത് കൃഷ്ണൻ വിളിക്കും, സവ്യസാചിൻ എന്ന് വിളിക്കും. അപ്പോ അർജുനൻ ഓർമ്മ വരും, ഓ, ഞാൻ 2 കൈകൾ കൊണ്ടും ഒരുപോലെ അസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ സമർത്ഥനായ വ്യക്തിയാണ്. അപ്പോ എനിക്ക് വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ വിളിയിലും ഓരോ സംബോധനയിലും അർജുനനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് കൃഷ്ണൻ അവിടെ ചെയ്യുന്നത്. ഇനിയും ഇതില് ഒരുപാട് കാര്യങ്ങൾ മറ്റും പറയുന്നുണ്ട്. അതായത് നമ്മളുടെ തപസ്സിനെ കുറിച്ച് പറയുമ്പം വാക്കുകൊണ്ട് തപസ് ചെയ്യും, മനസ്സുകൊണ്ട് തപസ് ചെയ്യാം. അതുപോലെ തന്നെ വാക്കുകൊണ്ടുള്ള തപസ് എന്താണെന്ന് പറയുന്നുണ്ട്. അനുദ്വേഗകരം വാക്യം, ആർക്കും ഉദ്വേഗം ജനിപ്പിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുക. സത്യം പ്രിയഹിതം ചെയ്ത്, സത്യമായ വാക്കുകൾ ഉപയോഗിക്കുക. പ്രിയം, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന വാക്കുകൾ ഉപയോഗിക്കുക. ഹിതം, മറ്റുള്ളവർക്ക് ഹിതമായത് ഉപയോഗിക്കുക. അങ്ങനെയുള്ളതാണ് വാങ്മയം തപഃ, വാക്കുകൊണ്ടുള്ള തപസ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നുണ്ട്, ദാനത്തെ കുറിച്ച് പറയുന്ന സമയം ആർക്കാണ് കൊടുക്കേണ്ടത്, ഏതാണ് ശരിയായ ദാനം? ദാതവ്യമിതി യദ്ദാനം ദീയത്തെ അനുപകാരിണേ ദേശേ കാലേച്ച പാത്രേച്ച തദ്ദാനം സാത്വികം. സാത്വികമായ ദാനം എന്ന് പറയുന്നത് കൊടുക്കാൻ വേണ്ടി. ആർക്കാണ് കൊടുക്കുന്നത്? നമുക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരാൾക്ക് ദാനം കൊടുക്കുക. സാധാരണ നമ്മൾ കൊടുക്കുന്ന ആർക്കാ? നമുക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നവർക്കാണ്, അല്ലെ? പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? യാതൊരു ഉപകാരവും നമുക്ക് ചെയ്യാൻ ഒരു താങ്ക് യു അല്ലെങ്കിൽ ഒരു ധന്യവാദ എന്ന്, നന്ദി എന്ന് പോലും തിരിച്ച് പറയാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിക്ക് ദാനം കൊടുക്കുകയാണെങ്കിൽ അത്തരം ദാനത്തിന് സാത്വികം ദാനം എന്ന് പറയുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, സഞ്ജയനും ഭഗവത്ഗീത കേൾക്കുന്നുണ്ട് കൃഷ്ണൻ പറയുന്നത്. അത് കേട്ടിട്ട് അതിന്റെ അവസാനമായപ്പോഴേക്കും തൻ്റെ രാജാവായ ധൃതരാഷ്ട്രന്റെ മുഖത്ത് നോക്കി ധൈര്യപൂർവ്വം ഒരു കാര്യം പറയുന്നുണ്ട്.
ആ പറയുന്ന അവസാനത്തെ ശ്ലോകം എന്ന് പറയുന്നത് നമുക്കെല്ലാം പ്രയോജനപ്പെടും. കാരണം എന്താണ്? അത് വിജയത്തിന്റെ ഫോർമുലയാണ്, സക്സസ് ഫോർമുല. അതിലെന്താണ്? 3 കാര്യങ്ങളാണ് പറയുന്നത്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർ വിജയോർഭൂതിർ ധ്രുവാ നീതിർ മതിർമമ എന്നാണ് പറയുന്നത്. അതായത് യോഗേശ്വരനായ കൃഷ്ണൻ അവിടെ ജ്ഞാനശക്തിയുടെ പ്രതീകമാണ്, ജ്ഞാനം, നോളജിന്റെ പ്രതീകമാണ്. പിന്നെയോ ധനുർധരനായ പാർത്ഥൻ എന്ന് പറയുന്നത് ഇച്ഛാശക്തിയുടെയും ക്രിയാശക്തിയുടെയും പ്രതീകമാണ്. അപ്പോ ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റീവാണ്, ജ്ഞാനശക്തി എന്ന് പറഞ്ഞാൽ നോളജാണ്, ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ ആക്ഷനാണ്. അപ്പോ സഞ്ജയൻ നമുക്ക് ഒരു ഫോർമുല പറഞ്ഞു തരികയാണ്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് സക്സസ് എന്ന് ചോദിച്ചാൽ ഇനിഷ്യേറ്റീവ് പ്ലസ് നോളജ് പ്ലസ് ആക്ഷൻ ഈസ് ഈക്വൽ ടു സക്സസ് എന്നാണ് പറയുന്നത്. ഭഗവത്ഗീത എടുത്തു നോക്കിക്കോളൂ, എന്തൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി, ഇമോഷൻസിനെ പറ്റി, സൈക്കോളജിയെ പറ്റി, എത്തിക്സിനെ പറ്റി, പൊളിറ്റിക്സിനെ പറ്റി, ഇത്രയും കാര്യങ്ങൾ ആ ഭഗവത്ഗീതയില് പറയുന്നുണ്ട്. ഒരേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഭഗവത്ഗീതയ്ക്ക് ഏറ്റവും പ്രസിദ്ധമായ ഒരു വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. ജ്ഞാനേശ്വരി എന്നാണ് അതിന്റെ പേര്. മഹാരാഷ്ട്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജ്ഞാനേശ്വരി അറിയാത്ത ആരും ഉണ്ടായിരിക്കില്ല. ഈ ജ്ഞാനേശ്വരി വ്യാഖ്യാനത്തിന്റെ പ്രത്യേകത, അതിലെല്ലാ ഉദാഹരണങ്ങളും ആധ്യാത്മിക തലത്തിലല്ല നിന്ന് പറയുന്നത്. സന്ത് ജ്ഞാനേശ്വർ എന്ന് പറയുന്ന വ്യക്തി സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും സരളമായ ഉദാഹരണങ്ങളിലൂടെയാണ് ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കുന്നത്. കാലങ്ങൾക്കിപ്പുറം അത്തരത്തില് ഈ ആധ്യാത്മിക തത്വങ്ങളെ ഏറ്റവും സരളമായ, ഏറ്റവും സാമാന്യമായ മനുഷ്യർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു മഹാത്മാവായ അമ്മയുടെ സാമീപ്യം ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അമ്മ പറയുന്നത് എന്താണ്? സാർ ഇവിടെ പറഞ്ഞു, ശാസ്ത്രജ്ഞാനത്തിനോടൊപ്പം ആധ്യാത്മിക ജ്ഞാനം, ഇത് രണ്ടും ചേർന്നാൽ ആ അറിവ് മാനവരാശിക്ക് പ്രയോജനപ്പെടും എന്ന വാക്കാണ് അമ്മ പറയുന്നത്. നമ്മളുടെ മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ സ്വീകരിക്കുക, അല്ലെ? നമ്മളെപ്പോഴും ഒരു പാൽപ്പായസം, മധുരപൂർണമായ ഒരു പാൽപ്പായസം അഴുക്കുപുരണ്ട ഒരു പാത്രത്തിൽ വാങ്ങാൻ ആഗ്രഹിക്കില്ല. ശുദ്ധിയുള്ള നല്ല ഒരു പാത്രത്തിലായിരിക്കും മധുരമായ ഒരു പാൽപ്പായസം നമ്മൾ വാങ്ങുക, അല്ലെ? അപ്പൊ അതുപോലെ നമ്മളുടെ മനസ്സിനെ നമ്മൾ എത്രമാത്രം ശുദ്ധമാക്കി വെച്ചിട്ട് ഇത്തരം ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രയും നമ്മൾക്ക് ജ്ഞാനവും അറിവും ജീവിത വിജയവും കൈവരും എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഒരേ ഒരു കാര്യം മാത്രം പറയാനുള്ളത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് അറിവുകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒന്നുകിൽ നിർമ്മമോ എന്നതാകാം, അല്ലെങ്കിൽ നിരഹങ്കാരഃ എന്നതാവാം, സന്തുഷ്ടഃ എന്നതാവാം. ഏതെങ്കിലും ഒരു ഗുണം നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അത് പ്രായോഗിക തലത്തിൽ വന്നാൽ തന്നെ ഏറ്റവും നല്ല ഒരു കാര്യമായി. എനിക്ക് അനുവദിച്ചിരിക്കുന്ന 30 മിനിറ്റ് എന്ന് പറയുന്ന സമയം ഇവിടെ അവസാനിക്കുന്നു. എങ്കിലും ഒരു നിമിഷം എനിക്ക് തന്നാൽ, ഉപനിഷത്തിന്റെ സാരമാണ് ഭഗവത്ഗീത. ബൃഹദാരണ്യക ഉപനിഷത്തില് പ്രജാപതിയുടെ അടുത്ത് അസുരന്മാരും ദേവന്മാരും മനുഷ്യന്മാരുടെ പഠനത്തിനായിട്ട് പോവുകയാണ്, വിദ്യാഭ്യാസത്തിന്. കുറെ ദിവസം അവരെയൊക്കെ അവിടെയൊക്കെ നടത്തിച്ചു, ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ ഓരോരുത്തരായിട്ട് ചെന്ന് ചോദിക്കാൻ തുടങ്ങി, അല്ലയോ ദേവാ, കുറെ നാളുകളായി ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് അറിവൊന്നും കിട്ടിയില്ല. അപ്പൊ ആദ്യം ദേവന്മാരാണ് ചെന്നത്. ദേവന്മാരോട് പറഞ്ഞു, ദാ ഒരു ഉപദേശം. ദാ ഒന്നും മനസ്സിലായില്ല ദേവന്മാർക്ക്. പിന്നീട് ദേവന്മാർ പരസ്പരം ചർച്ച ചെയ്തു. അവർ തീരുമാനിച്ചു, നമ്മളിലുള്ള ഏത് കുറവാണ് അതാണ് പരിഹരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദേവന്മാർ ആലോചിച്ചപ്പോൾ ദേവന്മാരുടെ ഒരു പ്രത്യേകത സുഖലോലുപരാണ്. ഇപ്പൊ ദമം,
ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ഉപദേശിച്ചത് എന്ന് മനസ്സിലായി. പിന്നീട് മനുഷ്യന്മാർ ചെന്നപ്പോഴും പ്രജാപതി പറഞ്ഞു ദാ. മനുഷ്യന്മാരും ആലോചിച്ചു, എന്താണ് ഈ ദാ? അവരും ആലോചിച്ചു, നമ്മളുടെ എന്താണ് കുറവ്? മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ഒരു കുറവ് എന്താണെന്ന് അവർ സ്വയം കണ്ടുപിടിച്ചു. ആർക്കും ഒന്നും കൊടുക്കത്തില്ല, ദാനം ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്താണ് ഉപദേശം തന്നത്? ദാനം. പിന്നീട് അസുരന്മാര് ചെന്നു, അവരോടും പ്രജാപതി ആ ഒരൊറ്റ അക്ഷരമേ പറഞ്ഞുള്ളൂ, ദാ. അസുരന്മാരും ആലോചിച്ചു, എന്താണ് ഈ ദാ? അപ്പൊ അസുരന്മാരാലോചിച്ചു, നമ്മളുടെ കുഴപ്പം എന്താണ്? നമ്മൾ ആളുകളെയൊക്കെ ആക്രമിക്കും, അല്ലെ? കൊല്ലും, അടിക്കും, വെട്ടും. അപ്പോ ദയ ശീലിക്കാനാണ് നമ്മളോട് പറഞ്ഞത്, ദയ. അപ്പോ ഈ ഒരു കഥ, ഉപദേശങ്ങൾ പല രൂപത്തിലാകും. അതിനെ എങ്ങനെ സ്വീകരിക്കണം എന്നത് നമ്മളുടെ മനസ്സ് ശുദ്ധമാക്കി നമ്മൾ വെച്ചാൽ നമുക്കതിൻ്റെ ആ അർത്ഥം തെളിഞ്ഞു വരും.